പാലക്കാട് എം എൽ എ കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിന് പുറത്താക്കപ്പെട്ട ആളാണ്. പാലക്കാടിന്റെ എം പിയെ കാണുമ്പോൾ പാലക്കാടിന്റെ എം എൽ എക്ക് സംസാരിക്കാൻ പാടില്ലേ? പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ CPM-ന്റെ നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? BJP-യുടെ ഒരു നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? നമ്മൾ പരിചയക്കാരല്ലേ? നിങ്ങളിങ്ങനെ ഇത്ര വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? വാർത്താ ദാരിദ്ര്യമല്ല. പുതുയുഗ യാത്ര കടന്നു പോകുന്ന സമയത്താണ് VK ശ്രീകണ്ഠൻ MP ഈ ജില്ലയിൽ വരുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. മറ്റാരും കാണാതെ ഹോട്ടലിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതെങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ചയാവുന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാണുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്? എങ്ങനെയാണ്? രഹസ്യമായി കാണാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇത് കാണാം അല്ലേ? പാലക്കാട് വികസനം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ ചർച്ച. ഞങ്ങൾ പലതും സംസാരിക്കുക. അത് ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളും അദ്ദേഹവും കൂടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികളാണെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് പറയേണ്ടത് മാധ്യമ സമ്മേളനം നടത്തി നമ്മൾ പറയും. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള പുതുയുഗ യാത്രയുടെ പ്രധാനപ്പെട്ട ജാതിൽ അംഗമായിട്ടുള്ളവരെ നേരിട്ട് കാണുകയാണ്. അതും മറ്റ് നേതാക്കളില്ലാത്ത രീതി. അതൊക്കെ നിങ്ങളല്ലേ ക്ലബ് ചെയ്തേ? നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? കാണുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ കണ്ട രീതി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടിൽ ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു. അവിടെ ശ്രീ VK ശ്രീകണ്ഠൻ ഇരിക്കുന്നു. ശ്രീ VK ശ്രീകണ്ഠൻ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ ഞാൻ പോയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു. കുറേ നേരം സംസാരിച്ചു. അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്നതല്ലോ രാഹുൽ. നിങ്ങൾ കളങ്കമായി കണ്ടോളൂ. അതിൻ്റെ പരാതിയല്ല, എൻ്റെ വിഷയമല്ല. നിങ്ങളെങ്ങനെ കാണണമെന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളെന്താ സംസാരിച്ചത് നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലേ? രാഹുലും VK ശ്രീകണ്ഠനും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാലക്കാട് വികസനം മാത്രമായിരിക്കില്ല, രാഷ്ട്രീയം സംസാരിക്കില്ലേ? ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, വികസനം സംസാരിക്കുമായിരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതൊക്കെ എന്തിനാണ് നിങ്ങളോട് വിശദീകരിക്കുന്നതിനാണ്? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും യാതൊരു മറുപടിയും പറയാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ ഭാവിയെ പറ്റി വല്ലാതെ ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ടാന്നേ. എൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പരിചയക്കാരായിട്ടുള്ള രണ്ട് ആളുകൾ കാണുമ്പോൾ പലതും സംസാരിക്കും. ഇനിയും പോട്ടെ, ശ്രീ VK ശ്രീകണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് വിചാരിച്ചു. അതിനെന്താ തെറ്റെന്താ? ഇതിൽ തെറ്റുണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ നാട്ടിൽ വരുമ്പോൾ അല്ലേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ?